ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം നവമോധ്യായഃ. 9-ാമത്തെ അധ്യായത്തിൽ അസുരന്മാർക്ക് പറ്റിയ അമളിയെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീ ശുക ഉവാച. 1-ാമത്തെ ശ്ലോകം. തേ അന്യോന്യതോ അസുരാഃ പാത്രം ഹരന്തഃ ത്യക്തസൗഹൃദാഃ ക്ഷിപന്തോ ദസ്യുധർമാണ ആയാന്തീം ദദൃശു സ്ത്രിയം. അന്യോന്യതഃ തമ്മിൽ തമ്മിൽ ത്യക്തസൗഹൃദാഃ സുഹൃത് ബന്ധമൊക്കെ വിട്ട് ക്ഷിപന്തഃ പരസ്പരം ശകാരവർഷം ചൊരിഞ്ഞുകൊണ്ടും ദസ്യുധർമാണഃ കള്ളന്മാരെപ്പോലെ പാത്രം ഹരന്തഃ അമൃതകലശത്തെ തട്ടിപ്പറിച്ചുകൊണ്ടും വർത്തിച്ചിരുന്ന തേ അസുരാഃ ആ അസുരന്മാർ തങ്ങളുടെ നേർക്ക് തങ്ങളുടെ അടുത്തേക്ക് ഒരു സ്ത്രീയം ഒരു സ്ത്രീരത്നം ആയാന്തി വരുന്നതായിട്ട് ദദൃശുഹു കണ്ടു. 2-ാമത്തെ ശ്ലോകം. അഹോ രൂപം അഹോ ധാമ അഹോ അസ്യാ നവം വയഃ ഇതി തേ താം അഭിദ്രുത്യ പപ്രച്ഛുഹു ജാതഹൃച്ഛയാഃ. അഹോ രൂപം എന്തൊരഴക്, അഹോ ധാമ ഓ എന്തൊരു കാന്തി, അസ്യാഹ നവം വയഃ അഹോ ഇവളുടെ ആ നൂതനമായ യൗവനപ്രായം, യൗവനമിങ്ങനെ തുടിച്ചു നിൽക്കുന്നു. ഓഹ് ഇതി ഇങ്ങനെ ജാതഹൃച്ഛയാഹ സംജാതമായ കാമാർത്തിയോടുകൂടിയവരായി തീർന്ന തേ അവർ താം അഭിദ്രുത്യ അവളുടെ നേർക്ക് പാഞ്ഞണഞ്ഞ് പപ്രച്ഛുഹു ചോദ്യം തുടങ്ങി. 3-ാമത്തെ ശ്ലോകം. കാത്വം കഞ്ചപലാസാക്ഷി കുതോ വാ കിം ചികീർഷസി കസ്യ അസി വദ വാമോരു മധ്രന്തി ഇവ മനാംസി നഹ. കഞ്ചപലാസാക്ഷി കമലദളനയനെ കാത്വം നീ ആരാണ്, കുതോവ നീ എവിടെ നിന്നാണ് വരുന്നത്, കിം ചികീർഷസി എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഈ വരവ്, കസ്യ അസി നീ ആരുടെ മകളാണ്, ആരുടെയാണ്, വദ പറയൂ, വാമോരു മോഹനാംഗി, നഹ ഞങ്ങളുടെ മനാംസി മനസ്സുകളെ, അതായത് എല്ലാവരുടെയും എന്ന് പറയുന്നു, ഞങ്ങളുടെ എല്ലാ മനസ്സുകളെ മധ്നന്തി ഇവ നീ വല്ലാതെ ഇളക്കിമറിക്കുന്നുവല്ലോ. 4-ാമത്തെ ശ്ലോകം. നവയം ത്വാം അമരൈഹി ദൈത്യൈഹി സിദ്ധഗന്ധർവചാരണൈഹി ന അസ്പൃഷ്ടപൂർവാം ജാനീമോ ലോകേശൈശ്ച കുതോ നൃഭിഃ. മുൻപ് നിന്നെ അമരന്മാരോ ദൈത്യന്മാരോ സിദ്ധഗന്ധർവചാരണന്മാരോ ലോകേശന്മാരോ നിന്നെ ആരും തൊട്ടിട്ടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അസ്പൃഷ്ടപൂർവാം നീ ആരാലും സ്പർശിക്കപ്പെടാത്തവളാണ്. പിന്നെ നൃഭിഹി കുത മനുഷ്യർ പിന്നെ എങ്ങനെ നിന്നെ സ്പർശിക്കും, അത്രയും നീ ഫ്രഷാണ് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയോട് പറയുന്നവർ ആസുരികതയുള്ളവരാണ് എന്നുകൂടെ ചിന്തിക്കണം. ഒരു സ്ത്രീയെ കാണുമ്പോൾ തന്നെ അവളുടെ അംഗലാവണ്യത്തിലാണ് മനസ്സുടക്കുന്നതെങ്കിൽ ഉറപ്പിക്കുക നിങ്ങളുടെ ഉള്ളിൽ ആസുരിക ഭാവമുണ്ട് എന്ന്. അങ്ങനെ അല്ലാത്തവർ എപ്പോഴും സ്ത്രീകളെ ഒരു വ്യക്തിയായി കണ്ട് ആദരിക്കും. സുഭ്രു സുന്ദരി ത്വം നീ ശരീരിണ ഞങ്ങളെപ്പോലുള്ള ശരീരികൾക്ക് സർവേന്ദ്രിയ മനഃപ്രീതിം സമസ്ത ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സംതൃപ്തിയെ വിധാതും ഉളവാക്കുവാൻ വേണ്ടി സഘൃണേന കാരുണികനായ വിധിന ദൈവത്താൽ പ്രേഷിത അസിനൂനം അയക്കപ്പെട്ടവളായിരിക്കാം. കിം അങ്ങനെയല്ലേ. 6-ാമത്തെ ശ്ലോകം. സാത്വം നഹ സ്പർദ്ധമാനാനാം ഏകവസ്തുനി മാനിനി
ജ്ഞാതീനാം ബദ്ധവൈരാണാം ശം വിധത്സ്വ സുമധ്യമേ. അല്ലയോ മാനിനി, സുമധ്യമേ, കൃശോദരി, സാത്വം, അങ്ങനെയുള്ള ഭവതി, ജ്ഞാതീനാം, ഞങ്ങളൊക്കെ ഉറ്റ ബന്ധുക്കളാണ്. പക്ഷെ ഇപ്പോൾ ഒരു വസ്തുവിനെ നിമിത്തീകരിച്ച് ഏകവസ്തുനി സ്പർദ്ധമാനാനാം, പരസ്പരം മത്സരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ബദ്ധവൈരാണാം, വിദ്വേഷബുദ്ധി ചേർന്നിരിക്കുന്നവരുമായ നഹ, ഞങ്ങൾക്ക് ശം വിധസ്വ, മനസ്സമാധാനം ഉണ്ടാക്കിത്തരണം. അതായത് അതുവരെ പരസ്പരം അറിയാമായിരുന്നവർ പെട്ടെന്നൊരു ദിവസം പരസ്പരം തെറ്റിപ്പിരിയുമ്പോൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ഒരാളെ അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ച് ഞങ്ങളുടെ പ്രശ്നം ഇവർ തീർക്കും എന്ന് വിശ്വസിക്കുന്നത് പോലെ ഒരു മണ്ടത്തരം വേറെയില്ല എന്നൊക്കെയാണ് മോഹിനി അവതാരം നമ്മെ കാണിച്ചു തരുന്നത്. അത്രയും കാലം ഒരു മനസ്സായിട്ട് ഇരുന്നവർ തമ്മിൽ വിദ്വേഷബുദ്ധി ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണാൻ പുറത്തു നിന്നുള്ള ഒരാളെ ക്ഷണിക്കരുത്. മറിച്ച് കുറച്ച് സമയം കൊടുത്ത് കൂട്ടത്തിൽ ആരാണോ ഒരു മുതിർന്ന സ്ഥാനത്തുള്ളത്, കുറച്ചൊരു പക്വതയുള്ളത്, അവർ വേണം ആ കാര്യം പരിഹരിക്കാൻ. 7-ാമത്തെ ശ്ലോകം. വയം കശ്യപദായാദാഹ ഭ്രാതര കൃതപൗരുഷാഹ വിഭജസ്വ യഥാ ന്യായം നൈവ ഭേദോ യഥാ ഭവേത്. വയം, ഞങ്ങൾ, കശ്യപദായാദാഹ, കശ്യപ പ്രജാപതിയുടെ സന്താന പരമ്പരയിലുള്ളവരും, ഭ്രാതരഹ, ജ്യേഷ്ഠാനുജന്മാരും, കൃതപൗരുഷാഹ, ഒരുപോലെ പ്രയത്നം ചെയ്തവരും ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നമില്ലാതെ യഥാഭേദഃ ന ഭവേത്, ഒരു വഴക്കും ഒന്നുമില്ലാതെ എങ്ങനെയാണോ ഞങ്ങൾക്ക് ഈ ഒരു കാര്യം സമാധാനപൂർവം പരിഹരിക്കപ്പെടുക, അങ്ങനെ യഥാന്യായം വിഭജസ്വ, നീതിപൂർവമായി ഞങ്ങൾക്കിതിനെ വിഭജിച്ച് തരിക. 8-ാമത്തെ ശ്ലോകം. ഇത്യുപാമന്ത്രിതോ ദൈത്യൈർ മായായോഷിത് വപുർ ഹരിഃ പ്രഹസ്യ രുചിര അപാംഗൈർ നിരീക്ഷൻ ഇദം അബ്രവീത്. മായായോഷിത് വപുഃ, മായാമോഹിനി രൂപം ധരിച്ചിരിക്കുന്ന ഹരിഹി, മഹാവിഷ്ണു, ഇതി ദൈത്യൈഹി, ഇപ്രകാരം അസുരന്മാരാൽ ഉപാമന്ത്രിതഃ, ക്ഷണിക്കപ്പെട്ടപ്പോൾ, പ്രഹസ്യ, നന്നായി ചിരിച്ച്, രുചിര അപാംഗൈഹി, സമ്മോഹനങ്ങളായ കടക്കണ്ണുകളാൽ നിരീക്ഷൻ നോക്കിക്കൊണ്ട്, ഇതം അബ്രവീത്, ഇങ്ങനെ പറഞ്ഞു. ഭഗവാന്റെ ആ മോഹിനി രൂപമാണ് ഇനി സംസാരിക്കുന്നത്. ശ്രീ ഭഗവാൻ ഉവാച, മോഹിനി രൂപത്തിലിരിക്കുന്ന ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു തുടങ്ങി. 9-ാമത്തെ ശ്ലോകം. കഥം കശ്യപദായാദാഹ പുംശ്ചല്യാം മയി സംഗതാഃ വിശ്വാസം പണ്ഡിതോ ജാതു കാമിനീഷു നയാതിഹി. കശ്യപദായാദാഹ, കശ്യപ പ്രജാപതിയുടെ സന്താന പരമ്പരയിലുള്ളവർ, പുംശ്ചല്യം, കേവലം വേശ്യയായ മയി, എന്നിൽ, കഥം സംഗതാഹ, എങ്ങനെ മതിപ്പുള്ളവരായി, നിങ്ങൾക്കിടയിലുള്ള ഈ സൗഹൃദത്തെ പോലും മറന്നിട്ട് ഇപ്പോൾ ബദ്ധവൈരികളായെങ്കിലും മുൻപ് നിങ്ങൾ അത്രയും സൗഹാർദ്ദപൂർവം പെരുമാറിയിട്ടുള്ളവരാണ്. ആ നിങ്ങളിൽ പോലും ഇല്ലാത്ത വിശ്വാസം പുറത്തുള്ള എന്നിൽ എങ്ങനെ ഉണ്ടായി? പണ്ഡിതഃ, അറിവുള്ളവൻ, ജാതു, ഒരിക്കലും, കാമിനീഷു, കാമിനിമാരിൽ, വിശ്വാസം ന യാതിഹി, വിശ്വാസം കൊള്ളുകയില്ലല്ലോ. പുറത്തുള്ള ഒരു സ്ത്രീയിൽ, അതിനി സ്ത്രീ ആയാൽ പോലും പെട്ടെന്ന് നമ്മുടെ ഇടയിലേക്ക് വരുന്ന ഒരാളെയും ഒറ്റയടിക്ക് വിശ്വസിക്കരുത്. 10-ാമത്തെ ശ്ലോകം. സാലാവൃകാണാം സ്ത്രീണാം ച സ്വൈരിണീനാം സുരദ്വിഷഃ സഖ്യാനി ആഹുഹു അനിത്യാനി നൂത്നം നൂത്നം വിചിന്വതാം. സുരദ്വിഷഃ, അല്ലയോ അസുരന്മാരെ, സാലാവൃകാണാം, ചെന്നായ്ക്കളുടെയും, നൂത്രം നൂത്രം, പുതിയ പുതിയ ആളുകളെ, വിചിന്വതാം, തേടിക്കൊണ്ട്, സ്വൈരിണീനാം, തന്നിഷ്ടം പോലെ നടക്കുന്ന വേശ്യകളായ സ്ത്രീണാം, സ്ത്രീകളുടെയും, സഖ്യാനി, സ്നേഹബന്ധങ്ങൾ,
അനിത്യാനി സുസ്ഥിരങ്ങളല്ല എന്ന് ആഹുഹു പറയാറുണ്ട്. അതേസമയം തന്നെ വിശ്വസിക്കരുത് എന്ന് സത്യം പറഞ്ഞിട്ടും ആ സത്യത്തെ, അങ്ങനെ പറഞ്ഞ അവളുടെ സത്യസന്ധതയെ, ഭഗവാന്റെ സത്യസന്ധതയെ അവർ അനുമോദിക്കുകയാണ്. എന്നാലും ഞങ്ങൾ വിശ്വസിക്കും, കാരണം നീ അത്രയും സത്യസന്ധമായിട്ടല്ലേ കാര്യം പറഞ്ഞത് എന്നാണ്. ശ്രീ ശുക ഉവാച. 11-ാമത്തെ ശ്ലോകം. ഇതി തേ ക്ഷ്വേളിതൈഹി തസ്യാഹ ആശ്വസ്ത മനസഃ അസുരാഹ ജഹസുഹു ഭാവഗംഭീരം ദദുഹു ച അമൃതഭാജനം. ഇതി തസ്യാഹ ഈ വിധത്തിലുള്ള അവളുടെ ക്ഷ്വേളിതൈഹി വിനോദവചനങ്ങളാൽ ആശ്വസ്ത മനസഃ മനസ്സിൽ അവളിൽ അധികം വിശ്വാസം ജനിച്ച തേ അസുരാഹ ആ അസുരന്മാർ ഭാവഗംഭീരം ഏതോ ഒരു മനസ്സങ്കല്പത്താൽ ആഴ്ന്നിരിക്കും തരത്തിൽ ജഹസുഹു ചിരിച്ചു. എന്നിട്ട് അമൃതഭാജനം ഒന്നും ആലോചിക്കാതെ ആ അമൃത കലശത്തെ അവളുടെ കയ്യിൽ ദദുഹൂച്ച കൊടുക്കുകയും ചെയ്തു. 12-ാമത്തെ ശ്ലോകം. തതോ ഗൃഹീത്വാ അമൃതഭാജനം ഹരിഹി ബഭാഷ ഈഷത്സ്മിത ശോഭയാ ഗിര യദി അഭ്യുപേതം ക്വച സാധു അസാധുവ കൃതം മയാ വോ വിഭജേ സുധാം ഇമാം. തതഃ അനന്തരം ഹരിഹി മോഹിനീരൂപം ധരിച്ച ഭഗവാൻ ശ്രീഹരി അമൃതഭാജനം ഗൃഹീത്വ ആ അമൃത കലശത്തെ കയ്യിലെടുത്ത് ഈഷത് സ്മിത ശോഭയ അവരെ മയക്കുന്ന ഒരു പുഞ്ചിരിയോടുകൂടി ഗിര അങ്ങനെയുള്ള ഭാഷയോടെ ബഭാഷെ ഇപ്രകാരം പറഞ്ഞു. ക്വച ഇനി ഒരു പക്ഷേ ഞാൻ ചെയ്യുന്നത് സാധു അസാധുവ നല്ലതോ ചീത്തയോ അബദ്ധമോ സുബദ്ധമോ ആയാലും മയാകൃതം എന്നാൽ ചെയ്യപ്പെടുന്നത് വഹ അഭ്യുഭേദം നിങ്ങൾക്കെല്ലാം സമ്മതമാണ് എന്ന് വരികയാണെങ്കിൽ ഇമാം സുധാം ഈ അമൃതിനെ ഞാൻ വിഭജെ പങ്കുവെച്ച് തരാം. 13-ാമത്തെ ശ്ലോകം. ഇത്യഭിവ്യാഹൃതം തസ്യ ആകർണ്യ അസുരപുംഗവാഹ അപ്രമാണവിദഃ തസ്യാഹ തഥാ ഇതി അന്വമംസത. അസുരപുംഗവാഹ അസുരശ്രേഷ്ഠന്മാർ തസ്യാഹ അവളുടെ ഇതി അഭിവ്യാഹൃതം ഇത്തരത്തിലുള്ള മധുരഭാഷിതം ആകർണ്യ കേട്ടിട്ട് തസ്യാഹ അവളുടെ അപ്രമാണവിദഃ അവളുടെ ഒരു പ്രമാണം, അവൾ എന്താ ആ ഒരു എന്താണ് പ്രഭാവം ഇതൊന്നും അറിയില്ല. എന്നിട്ടും തഥാ ഇതി ശരി എങ്ങനെ ആയാലും കുഴപ്പമില്ല, നീ ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് തത് അന്വമംസത അതിനെ അംഗീകരിച്ചു. 14-ാമത്തെ ശ്ലോകം. അധ ഉപോഷ്യ കൃതസ്നാനാ ഹുത്വാ ച ഹവിഷാനലം ദത്വാ ഗോ വിപ്രഭൂതേഭ്യ കൃതസ്വസ്ത്യയനാ ദ്വിജൈഹി. 15 യഥാ ഉപജോഷം വാസാംസി പരിധായ അഹതാനി തേ കുശേഷു പ്രാവിശൻ സർവേ പ്രാഗഗ്രേഷു അഭിഭൂഷിതാഹ. തേ അധ അതിനുശേഷം അവർ ഉപോഷ്യ ഒരു നേരം ഉപവസിച്ച് കൃതസ്നാനാഹ സ്നാനം ചെയ്ത് ഹവിസ്സുകൊണ്ട് അനലം ഹുത്വ അഗ്നിയെ ഹോമിച്ചാരാധിച്ച് ഗോവിപ്രഭൂതേഭ്യ പശുക്കൾക്കും ബ്രാഹ്മണർക്കും മറ്റ് ബഹുപ്രാണികൾക്കും ദത്വാച അഭീഷ്ടദാനം ചെയ്ത് ദ്വിജൈഹി ബ്രാഹ്മണരാൽ കൃതസ്വസ്ത്യയനാഹ മംഗളാചരണം നിറവേറ്റപ്പെട്ട് അങ്ങനെ തൃപ്തിയോടെ യഥോപജോഷം അഹതാനി പുതുക്കോടി വാസാംസി വസ്ത്രങ്ങളൊക്കെ പുതിയ വസ്ത്രങ്ങളൊക്കെ പരിധായ ഉടുത്ത് അഭിഭൂഷിതാഹ അലങ്കൃതരായിട്ട് പിന്നെ ഇരുന്ന ദർഭപ്പുല്ല് പ്രാഗഗ്രേഷു കിഴക്കോട്ട് തലയാക്കി വെച്ച കുശേഷു ദർഭപ്പുൽ വിരിപ്പുകളിൽ സർവേ പ്രാവിശ്യം എല്ലാവരും അങ്ങനെ പടിഞ്ഞിരിക്കുകയാണ്. എന്ത് നല്ല അനുസരണയുള്ള കുട്ടികളെ പോലെ, നഴ്സറി കുട്ടികളെ പോലെ എല്ലാവരും ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. ദേവന്മാരും അസുരന്മാരും അമൃതപാനം ചെയ്യാനായി ഇരുന്ന വിശേഷമാണ് 16-17 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്.
പ്രാങ്മുഖേഷു ഉപവിഷ്ടേഷു സുരേഷു ദിദിജേഷു ച ധൂമ ആമോദിതശാലായാം ദുഷ്ടായാം മാല്യദീപകൈഃ തസ്യാം നരേന്ദ്ര കരഭോരു ഉഷദ്ദുകൂല ശ്രോണീതട അലസഗതിർ മദവിഹ്വലാക്ഷി സാ കൂജതി കനകനൂപുരശിഞ്ചിതേന കുംഭസ്തനീ കലശപാണിഃ അധ ആവിവേശ. മാല്യദീപകൈഃ മാലകൾ കൊണ്ടും മണിവിളക്കുകൾ കൊണ്ടും ദുഷ്ടായാം വിധാനിച്ച് അലങ്കരിക്കപ്പെട്ടതും ധൂമ ആമോദിതശാലായാം സുഗന്ധധൂമം കൊണ്ട് സുരഭിലമാക്കപ്പെട്ടതുമായ ആ നെടുംപുരയ്ക്കുള്ളിൽ സുരേഷു ദിദിജേഷു ച ദേവന്മാരും അസുരന്മാരും പ്രാങ്മുഖേഷു ഉപവിഷ്ടേഷു കിഴക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഹേ നരേന്ദ്ര ഉഷദ്ദുകൂല അഴകാർന്ന പട്ടുടുത്ത് ശ്രോണീതട അലസഗതിഹി വിപുലമായ നിതംബബിംബത്താൽ അലസമായ ഗമനത്തോടുകൂടിയ മദവിഹ്വലാക്ഷി മദവിവശങ്ങളായ നേത്രങ്ങളോടുകൂടിയ കുംഭസ്തനി നിറഞ്ഞ മാറിടത്തോടും കരഭോരു മനോഹരമായ ഊരുക്കളോടും കൂടിയ സാ ആ മായാമോഹിനി കലശപാണിഹി കയ്യിൽ അമൃത കലശവുമായി കനകനൂപുരശിഞ്ചിതേന പൊൻചിലങ്കകളുടെ കിലകിലാരവത്താൽ പൂജതി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തസ്യാം ആ ശാലയിൽ അഥ ആവിവേശ ഉടനെ രംഗപ്രവേശം ചെയ്തു. 18 താം ശ്രീ സഖീം കനകകുണ്ടല ചാരുകർണ നാസാകപോലവദനാം പരദേവതാഖ്യാം സംവീക്ഷ്യ സമ്മുമുഹുഃ ഉത്സ്മിതവീക്ഷണേന ദേവാസുരാഃ വിഗളിതസ്തനപട്ടികാന്താം. കനകകുണ്ടല ചാരുകർണ നാസാകപോലവദനാം സ്വർണം കൊണ്ടുള്ള കുണ്ടലങ്ങൾ, അതുപോലെ സുന്ദരമായിട്ടുള്ള കാതുകൾ, മൂക്ക്, കവിൾത്തടം, മുഖം ഇവയോടുകൂടിയവളും പരദേവതാഖ്യാം പരദേവതയുടെ മഹിമാതിശയം ചേർന്നവളും ശ്രീ സഖീം ലക്ഷ്മീദേവിയുടെ ഉറ്റ തോഴിയോ എന്ന് തോന്നുമാറുള്ളവളുമായ താം അവളെ ഉത്സ്മിത വീക്ഷണേന നല്ല സുന്ദരമായ മന്ദഹാസത്തോടുകൂടിയ ഒരു നോട്ടത്തോടുകൂടിയവളായും വിഗളിത സ്തനപട്ടികാന്താം മുലക്കച്ചയുടെ തലപ്പ് കിഴിഞ്ഞു വീണിരിക്കുന്നവളായും സംവീക്ഷ്യ കണ്ടിട്ട് ദേവാസുരാഹ സമ്മുമുഹുഃ ദേവന്മാരും അസുരന്മാരും മയങ്ങിപ്പോയി. ഇങ്ങനെ അവരെയെല്ലാം മോഹിപ്പിച്ച ശേഷം, അതായത് അവരെല്ലാം നോക്കുന്നത് മോഹിനിയെയാണ്, തങ്ങൾക്ക് ഈ അമൃത് വിളമ്പുന്നുണ്ടോ എന്ന് നോക്കുന്നില്ല എന്ന് അർത്ഥം. 19 ശ്ലോകം. അസുരാണാം സുധാദാനം സർപ്പാണാമിവ ദുർനയം മത്വാ ജാതി നൃശംസാനാം നതാം വ്യഭജത് അച്യുതഃ. ജാതി നൃശംസാനാം ജാത്യാ ക്രൂര സ്വഭാവമുള്ളവരായ അസുരന്മാർക്ക് സുധാദാനം ഈ അമൃത് നൽകുക എന്നത് സർപ്പാണാം സർപ്പങ്ങൾക്ക് പാൽ കൊടുക്കുന്നത് പോലെയാണ് ഇവ എന്നതുകൊണ്ട് അതൊരു ദുർനയമാണ്. ദുർനയം മത്വ അങ്ങനെ അത് അന്യായമാണ് എന്ന് കരുതി അച്യുതഃ താംന വ്യഭജത് ഭഗവാൻ താംന വ്യഭജത് ആ അമൃതിനെ അവർക്ക് കൊടുക്കുകയുണ്ടായില്ല. ഇതൊക്കെ മുൻകൂട്ടി മോഹിനി അവരോട് പറഞ്ഞതാണ്. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ ക്ഷമിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അവരെല്ലാം ക്ഷമിക്കാമെന്നും പറഞ്ഞിരുന്നു. അതിനു പുറമെ യഥാ ന്യായം വിഭജസ്വ ന്യായം പോലെ വിഭജിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഭഗവാന്റെ ന്യായം ഇതാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റില്ല എന്നാണ് ഭഗവാന്റെ പക്ഷം. 20 ശ്ലോകം. കൽപ്പയിത്വാ പൃഥക് പങ്ക്തീഃ ഉഭയേഷാം ജഗത്പതിഃ താംശ്ച ഉപവേശയാമാസ സ്വേഷു സ്വേഷു ച പങ്ക്തിഷു. ജഗത്പതിയായ ഭഗവാൻ ഉഭയേഷ രണ്ട് വിഭാഗത്തിലുള്ളവർക്കും പൃഥക് വെവ്വേറെ പങ്ക്തീഹി പന്തികൾ കൽപ്പയിത്വ തിരിച്ചുവെച്ച്
അവരെ അവരവരുടേതായ സ്വേഷു സ്വേഷു പങ്ക്തിഷു പന്തികളിൽ തന്നെ താഞ്ച എല്ലാവരെയും ഉപവേശയാമാസ രണ്ട് കൂട്ടക്കാരെയും രണ്ട് പന്തികളിലായിട്ട് ഇരുത്തി. 21 ശ്ലോകം. ദൈത്യാൻ ഗൃഹീത കലശോ വഞ്ചയൻ ഉപസഞ്ചരൈഹി ദൂരസ്ഥാൻ പായയാമാസ ജരാമൃത്യുഹരാം സുധാം. ഗൃഹീത കലശ അമൃത കലശം താങ്ങിപ്പിടിച്ചുകൊണ്ട് ദൈത്യാൻ അസുരന്മാരെ ഉപസഞ്ചരൈഹി അവരെയൊക്കെ സമീപിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു വഞ്ചന ചെയ്തിട്ട് അവരുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് അവരെ വഞ്ചിച്ചുകൊണ്ട് തന്നെ ദൂരസ്ഥാൻ അകലെ ഇരിക്കുന്ന ദേവന്മാർക്ക് ജരാമൃത്യുഹരാം ജരാമരണങ്ങൾ ഇല്ലാതെയാക്കുന്ന സുധാം അമൃതിനെ പായയാമാസ അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് പാനം ചെയ്യിപ്പിച്ചു. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ ക്ഷമിക്കണം എന്ന മോഹിനിയുടെ വാക്കിനെയും ഒപ്പം ഒരു സ്ത്രീയോട് എങ്ങനെയാണ് തർക്കിക്കുക എന്നൊക്കെ ചിന്തിച്ച് ഈ അസുരന്മാർ മിണ്ടാതിരുന്നു. 22 ശ്ലോകം. തേ പാലയന്ത സമയം അസുരാഹ സ്വകൃതം നൃപ തൂഷ്ണീമാസൻ കൃതസ്നേഹാഹ സ്ത്രീ വിവാദ ജുഗുപ്സയ. ഹേ നൃപ, കൃതസ്നേഹാഹ മോഹിനിയാൽ സ്നേഹം നടിക്കപ്പെട്ടിരുന്ന തേ അസുരാഹ ആ അസുരന്മാർ മോഹിനിക്ക് തങ്ങളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചും ഒപ്പം സ്വകൃതം തങ്ങളാൽ ചെയ്യപ്പെട്ട സമയം ആ പ്രതിജ്ഞയെ പാലയന്തഹ പാലിച്ചുകൊണ്ട് സ്ത്രീ വിവാദ ജുഗുപ്സയ സ്ത്രീകളോട് തർക്കിക്കുന്നത് നല്ലതല്ല, മാനക്കേടാണ് എന്ന് തോന്നിയതിനാലും തൂഷ്ണീം ആസൻ മിണ്ടാതെ ഇരുന്നു. 23 ശ്ലോകം. തസ്യാം കൃത അതിപ്രണയാഹ പ്രണയ അപായകാതരാഹ ബഹുമാനേന ച അബദ്ധ ന ഊചുഹു കിഞ്ചന വിപ്രിയം. തസ്യാം അവളിൽ കൃത അതിപ്രണയാഹ അതിപ്രേമം കൊണ്ടിരുന്നവരും എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അപ്പോൾ തങ്ങളോടുള്ള പ്രേമത്തിന് പ്രണയ അപായം പ്രേമഭംഗം വന്നേക്കുമോ എന്ന് കാതരാഹ പേടി കലർന്നവരും. അതേസമയം മോഹിനിയിൽ അപ്പോഴും അവർക്ക് വിശ്വാസമായിരുന്നു. ദേവന്മാർക്ക് ആദ്യം കൊടുത്തോട്ടെ, ഒരുപക്ഷെ അതിലും കൂടുതലായി തങ്ങൾക്ക് തരാനാണെങ്കിലോ. ഇങ്ങനെ ഒരു ബഹുമാനേന ആബദ്ധാഹച നിയന്ത്രിതരും ആകയാൽ കിഞ്ചന വിപ്രിയം ന ഊചുഹു ഒരഭിപ്രായം പോലും ഒരു അപ്രിയമായ ഒരു വാക്കുപോലും അസുരന്മാർ പറഞ്ഞില്ല. എന്നാൽ എന്തോ ഒരു ചതിമണത്ത രാഹു എന്ന അസുരൻ ഈ ദേവന്മാരുടെ ഇടയിൽ ഒളിഞ്ഞുകൊണ്ട് അമൃതിനെ പാനം ചെയ്തു. എന്നാൽ തൊട്ടടുത്തിരുന്ന സൂര്യചന്ദ്രന്മാർ അത് മോഹിനിയെ അറിയിക്കുകയും ചെയ്തു. 24 ശ്ലോകം. ദേവലിംഗ പ്രതിച്ഛന്നഃ സ്വർഭാനുർ ദേവസംസദി പ്രവിഷ്ട സോമം അപിപത് ചന്ദ്രാർക്കാഭ്യാം ച സൂചിതഃ. സ്വർഭാനു രാഹു എന്ന അസുരൻ ദേവലിംഗം ദേവന്മാരുടെ വേഷത്തിൽ പ്രതിച്ഛന്നഃ ഈ ദേവന്മാരുടെ ഇടയിൽ വന്നിരുന്നു കൊണ്ട് ഒളിഞ്ഞുകൊണ്ട് ദേവസംസതി ദേവന്മാരുടെ സംഘത്തിൽ പ്രവിഷ്ട കടന്നുകൂടി സോമം അപിപത് അമൃതിനെ പാനം ചെയ്തു. എന്നാൽ ചന്ദ്ര അർക്കാഭ്യാം ചന്ദ്രസൂര്യന്മാരാൽ അത് സൂചിപ്പിക്കപ്പെടുകയും അത് ഭഗവാന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. 25 ശ്ലോകം. ചക്രേണ ക്ഷുരധാരേണ ജഹാര പിബത ശിര ഹരിഹി തസ്യ കബന്ധസ്തു സുധയാ അപ്ലാവിതഃ അപതത്. പിപതഃ അമൃതപാനം ചെയ്തുകൊണ്ടിരുന്ന ആ രാഹു എന്നവന്റെ ശിരഹ തസ്യ ശിരഹ ആ ശിരസിനെ ഹരിഹി മോഹിനി രൂപത്തിലുള്ള ഭഗവാൻ ക്ഷുരധാരേണ തൻ്റെ തീക്ഷ്ണധാരയുള്ള ചക്രേണ സുദർശന ചക്രം കൊണ്ട് ജഹാര അറുത്തെടുത്തു. അതേസമയം തല വേറിട്ടു, കബന്ധം തലയില്ലാത്ത ഉടൽ, സുധയാ അപ്ലാവിതഃ അമൃതം കൊണ്ട് സ്പർശിക്കപ്പെടാത്തതായിട്ട് അപതത് താഴെ വീണു.
ഈ രാഹുവിന്റെ ശിരസ് അമൃതപാനം ചെയ്തതിനാൽ അതിന് അമരത്വം ലഭിച്ചു. അങ്ങനെ ആ ശിരസിനെ ബ്രഹ്മാവ് ഒരു ഗ്രഹമാക്കി തീർത്തു. അതാണ് രാഹു എന്ന ഗ്രഹമായത്. 26-ാമത്തെ ശ്ലോകം. ശിരഃ തു അമരതാം നീതം അജോ ഗ്രഹം അചീക്ലിപത് യസ്തു പർവണി ചന്ദ്രാർക്കൗ അഭിധാവതി വൈരധേ. അമരതാം നശിക്കാത്ത സ്ഥിതിയിലേക്ക് നീതമായ നയിക്കപ്പെട്ട ശിരഹതു ആ ശിരസിനെ അജഹ ബ്രഹ്മദേവൻ ഒരു ഗ്രഹം അചീക്ലിപത് ഗ്രഹമായിട്ട് കൽപ്പിച്ചു. യഹതു ഈ ഒരു രാഹു എന്ന ഗ്രഹമാണ് പിന്നീട് തന്നെ ഒറ്റിക്കൊടുത്ത അല്ലെങ്കിൽ തന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ആ സൂര്യനെയും ചന്ദ്രനെയും വൈരധി വിദ്വേഷ ബുദ്ധിയോടുകൂടി പർവണി ഓരോ പർവ്വത്തിലും കറുത്ത വാവിന്നാൾ സൂര്യനെയും വെളുത്ത വാവിന്നാൾ ചന്ദ്രനെയും അഭിധാവതി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അമൃതം ദേവന്മാർ പാനം ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഭഗവാൻ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വന്നു. കാരണം ഇനി ദേവന്മാർക്ക് ശക്തി കിട്ടും ഈ അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ. 27-ാമത്തെ ശ്ലോകം. പീതപ്രായേ അമൃതേ ദേവൈർ ഭഗവാൻ ലോകഭാവനഃ പശ്യതാം അസുരേന്ദ്രാണാം സ്വം രൂപം ജഗൃഹേ ഹരിഹി. ദേവൈഹി ദേവന്മാരാൽ അമൃതേ അമൃതം പീതപ്രായേ മിക്കതും പാനം ചെയ്യപ്പെട്ടപ്പോൾ ലോകഭാവനഃ ലോകരക്ഷകനും ഭഗവാൻ സമസ്ത ഐശ്വര്യാദി ഗുണപൂർണനുമായ ഹരിഹി അസുരേന്ദ്രാണാം പശ്യതാം അസുരപ്രമുഖന്മാർ നോക്കി നിൽക്കെ തന്നെ സ്വം രൂപം ജഗൃഹേ സ്വന്തം രൂപത്തെ സ്വീകരിച്ചു. ഈ ഒരു കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട തത്വത്തെയാണ് അടുത്ത 2 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. ഞാൻ ഇത് നേടും എന്ന സ്വപ്രയത്നത്തിലുള്ള അമിതമായ വിശ്വാസം അഹങ്കാരത്തിലേക്ക് നയിക്കും. ആ അഹങ്കാരം നമുക്ക് പൂർണ്ണമായ ഫലം കിട്ടുന്നതിന് തിരിച്ചടിയാകും. അതേസമയം സ്വന്തമായി പ്രയത്നിക്കുകയും എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമേ എനിക്കിതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ പൂർണ്ണമായും ആ ഫലം നമ്മെ തേടി വരും എന്ന് പറയുകയാണ്. 28. ഏവം സുരാസുരഗണാഃ സമദേശകാല ഹേത്വർത്ഥ കർമ്മമതയോപി ഫലേ വികൽപാഃ തത്രാമൃതം സുരഗണാഃ ഫലം അഞ്ജസ ആപുഃ യത് പാദപങ്കജരജ ശ്രയണാത് ന ദൈത്യാഃ. ഏവം ഇപ്രകാരം സുരാസുരഗണാഃ സമദേശകാല ഹേത്വർത്ഥം ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഒരേ തരത്തിലുള്ള ഉപകരണങ്ങളും കർമ്മമതയഹാബി എന്തിനാണോ കർമ്മം ചെയ്യുന്നത് ആ ചിന്തയെല്ലാം ഒന്നായിരുന്നു. പക്ഷേ വന്ന ഫലം ഫലേ വികൽപാഹ അതിൽ പലതരക്കാരായി. തത്ര സുരഗണാഹ എന്തുകൊണ്ട് ദേവന്മാർക്ക് അമൃതം കിട്ടി? അവർ യത് പാദപങ്കജ രജ ശ്രയണാത് ഭഗവാന്റെ തൃപ്പാദപത്മത്തിൽ എഴുന്ന ആ പരാഗത്തെ ആശ്രയിച്ചത് മൂലം ഫലം പ്രയത്നഫലമായ അമൃതത്തെ അഞ്ജസാ ആപുഹു അനായാസേന നേടിയെടുക്കുകയും ദൈത്യാഹ ന അസുരന്മാർ നേടാതിരിക്കുകയും ചെയ്തു. 29-ാമത്തെ ശ്ലോകം. യത് യുജ്യതേ അസു വസു കർമ്മ മനോവചോഭിർ ദേഹാത്മജാദിഷു നൃഭി തദസത് പൃഥക്വാത് തൈരേവ സദ്ഭവതി യത് ക്രിയതേ അപൃഥക്വാത് സർവസ്യ തദ്ഭവതി മൂലനിഷേചനം യത്. നമ്മുടെ അസു വസു കർമ്മ മനോവചോഭിഹി പ്രാണൻ ധനം കർമ്മം മനസ്സ് വാക്ക് എന്നിവ കൊണ്ട് ദേഹാത്മജാദിഷു സ്വദേഹത്തെയും പുത്രകളത്രാദികളെയും നിമിത്തമാക്കി നൃഭിഹി മനുഷ്യരാൽ യത് യുജ്യതേ യാതൊന്ന് സംഘടിപ്പിക്കപ്പെടുന്നുവോ തത് അത് പൃഥക്വാത് ഭേദവിചാരത്തിൽ ഊന്നിയതാകയാൽ അസത് വ്യർത്ഥമായിത്തീരുന്നു. ഭഗവാനിൽ മനസ്സർപ്പിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളിൽ പലതും വിഫലമാകാൻ കാരണം ആ പ്രവൃത്തിയും നമ്മുടെ മനസ്സും തമ്മിൽ ലയിക്കാത്തത് കൊണ്ടാണ്.
ഈ ലയം സംഭവിക്കുന്നത് ഭഗവാനിൽ മനസ്സർപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു തൈഹി ഏവ, അതുകൊണ്ട് തന്നെ യത്, യാതൊരു കർമ്മം എന്തുമായിക്കൊള്ളട്ടെ അത് സർവാന്തര്യാമിയായ ഭഗവാനെ ഉദ്ദേശിച്ച് ഭഗവാന് വേണ്ടി ചെയ്യുന്നു, ഭഗവാനാൽ പ്രേരിതനായി ചെയ്യുന്നു, ഭഗവാന്റെ അനുഗ്രഹത്താൽ ചെയ്യുന്നു, ഇതിന് അർഹതയുണ്ടെങ്കിൽ ഭഗവാനായിട്ട് എനിക്ക് ഫലം തരട്ടെ എന്ന രീതിയിൽ ക്രിയത്തെ ചെയ്യപ്പെടുന്നുവെങ്കിൽ തത് അപൃഥക്വാത്, ഭേദവിചാരമില്ലായ്മയിൽ ഊന്നിയതാകയാൽ സത് ഭവതി, സഫലമായി ഭവിക്കുന്നു. ഏതുപോലെ എന്നാൽ മൂല നിഷേചനം, വൃക്ഷത്തിന്റെ കടയ്ക്കൽ ചെയ്യുന്ന ജലസേചനം എങ്ങനെയാണോ ആ വൃക്ഷത്തെ മുഴുവനും ഫലഭൂയിഷ്ഠമാക്കുന്നത്, എല്ലാ ഭാഗത്തും അതിൻ്റെ ഫലമെത്തുന്നത്, അതുപോലെ സർവസ്യ ഭവതി, നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തെയും കൊണ്ടുതരുന്നതാണ് ഭഗവാനിൽ പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യുന്ന ഏത് കർമ്മവും. ഭഗവാനെ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും തനിക്കും തൻ്റെ ആളുകൾക്കും മാത്രമല്ല ലോകത്തിനാകെയും ഗുണപ്രദമായി തീരുന്നു. ഈ ഒരു ബോധമാണ് ദേവന്മാർക്ക് പ്രയത്ന സാഫല്യം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യക്ഷത്തിൽ മോഹിനി അങ്ങനെ ചെയ്തു എന്നാണെങ്കിലും അങ്ങനെ ചെയ്യാനുള്ള കാരണം ഇതിപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടു ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന്, ഇത് തന്നെയാണ് പരോക്ഷമായിട്ട് സംഭവിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രവൃത്തികൾക്കുള്ള ആ ഫലം എന്തുകൊണ്ട് ചിലർക്ക് കിട്ടുന്നു ചിലർക്ക് കിട്ടുന്നില്ല എന്നതിൻ്റെ ഉത്തരമാണ് ഇത്. ഇത് പരോക്ഷമായി സംഭവിക്കുന്ന കാര്യമാണ്, പക്ഷെ ഇവിടെ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നു എന്ന് മാത്രം. ഇത് ശ്രീമദ് ഭാഗവത്തെ മഹാപുരാണേ അഷ്ടമസ്കന്ധേ അമൃതമഥനെ നവമോ അധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.